നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ട്രംപ് 2 തവണത്തെ ഇംപീച്ച്മെൻറ്റ്, നിരവധി തിരിച്ചടികൾ, ക്രിമിനൽ രാഷ്ട്രീയ നേതാവ് എന്ന വിളിപ്പേര്, അതിനപ്പുറം നിരവധി ക്രിമിനൽ കേസുകൾ, ക്രിമിനൽ കുറ്റവാളി എന്ന കോടതി വിധിയും പേറിയാണ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തെത്തിയത്. എന്നിട്ടും എല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ട് ട്രംപ് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ്. ട്രംപിൻ്റെ രാഷ്ട്രീയ കരിയർ അവസാനിച്ചുവെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തിയത്. അമേരിക്കൻ മാധ്യമങ്ങൾ ഇനി ട്രംപിന് ഒരു ഊഴമില്ല എന്നുറപ്പിച്ചു പറഞ്ഞു. പരാജയത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചുമൊക്കെ പുസ്തകങ്ങൾ എഴുതി അത് ബെസ്റ്റ് സെല്ലറാക്കിയ ട്രംപ് തൻ്റെ ജീവിതകഥ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് പറിച്ചു നട്ടു. വീഴ്ചയിൽ നിന്ന് വിജയത്തിലേക്ക്, അതാണ് ട്രംപ് നമുക്ക് പറഞ്ഞു തരുന്ന വിജയകഥ. എന്നാൽ ട്രംപിൻ്റെ വിജയത്തിന് പിന്നിൽ ഒരുപിടി കാര്യങ്ങളുണ്ട്. മുഖ്യമായി 7 കാരണങ്ങളാണ് ട്രംപ് വിജയിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ രംഗത്തുള്ള നിരീക്ഷകർ പറയുന്നത്. തന്ത്രശാലിയായ ട്രംപിനെ സംബന്ധിച്ച് അതിവിശ്വസ്തരായ അനുയായി വൃന്ദം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ നിക്ഷേപം. അവരെ അദ്ദേഹം ഒപ്പം നിർത്തി. 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തനിക്കൊപ്പമുണ്ടായിരുന്ന ടീം ട്രംപിനെ പൂർണ്ണമായി അദ്ദേഹം ചേർത്തു നിർത്തി. അവർ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി. ട്രംപിൻ്റെ പ്രചരണ റാലികളിൽ അനുയായികൾ നിറഞ്ഞു നിന്നു. അവരുടെ ആരവവും അവരുടെ ആവേശവും മറ്റുള്ളവരിൽ ഏറെ ആവേശം വിതച്ചു. 2016 അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ട്രംപിന് ചുറ്റും നിരന്ന അനുയായി വൃന്ദം. അവരെ ഭരണത്തിലും പിന്നീട് 2021 ട്രംപ് ചേർത്ത് പിടിച്ചു. 2020 പരാജയത്തിന് തൊട്ടുപിന്നാലെ ട്രംപ് തൻ്റെ അനുയായികൾക്ക് ആവേശം പകർന്നു. വൈറ്റ് ഹൗസിൽ നിന്ന് താൻ ഇറങ്ങിക്കൊടുക്കില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അനുയായികൾ ആർത്തു വിളിച്ചു. അവർ ക്യാപിറ്റോൾ ടവറിന് മുന്നിൽ ട്രംപിന് വേണ്ടി ജയ് വിളിച്ചു. പിന്നീട് തൻ്റെ അനുയായികളെ ചേർത്തു പിടിച്ച് ട്രംപ് പുറത്തേക്ക് നടന്നപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. ഒടുവിൽ 2024 തെരഞ്ഞെടുപ്പിൽ അതേ അനുയായികളെ ചേർത്തു പിടിച്ച് ട്രംപ് പറയുന്നു, നിങ്ങൾ എൻ്റെ പോരാളികളാണ്. ട്രംപിനെ വിജയത്തിലേക്ക് നയിച്ച രണ്ടാമത് ഘടകം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തന്നെ. ഡെമോക്രാറ്റിക് പാർട്ടിയും ജോ ബൈഡനും കമലാ ഹാരിസുമൊക്കെ ജനാധിപത്യം എന്ന വിഷയത്തിലൂന്നിയാണ് തങ്ങളുടെ പ്രചരണ പരിപാടികൾ നടത്തിയത്. അതിലപ്പുറം ട്രംപിനെ അവർ മാലിന്യ കൂമ്പാരമെന്ന് വിളിച്ചു. ഒരു ക്രിമിനൽ രാഷ്ട്രീയക്കാരനായ ട്രംപിൻ്റെ സ്വഭാവം അമേരിക്കയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ശ്രമങ്ങളാണ് ഡെമോക്രാറ്റുകൾ നടത്തിയത്. എന്നാൽ അതിലവർ പൂർണ്ണമായി പരാജയപ്പെട്ടു. അമേരിക്കക്കാരനെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെയായിരുന്നു മുഖ്യ വിഷയം എന്നവർ പറഞ്ഞു. അവിടെ ട്രംപ് കത്തിച്ചത് സമാനതകളില്ലാത്ത പ്രചരണ ശൈലി. അമേരിക്കയുടെ വികസനം തന്നെയായിരുന്നു ട്രംപിൻ്റെ ട്രംപ് കാർഡ്. അതിലപ്പുറം രാജ്യത്തെ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും നികുതി വർധനവുമൊക്കെ ട്രംപ് ആയുധങ്ങളാക്കി. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഗ്യാസ് വരെ എല്ലാത്തിനുമുള്ള വിലക്കയറ്റം. ഇതുതന്നെയാണ് ട്രംപ് മുഖ്യമായി തന്റെ പ്രചരണത്തിൽ ഊന്നി സംസാരിച്ചത്. ഡെമോക്രസിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ അവിടെ നിൽക്കട്ടെ, ആദ്യം അവർ അമേരിക്ക നന്നാക്കട്ടെ എന്നാണ് ട്രംപ് തന്റെ പ്രസംഗങ്ങളിൽ ഊന്നി പറഞ്ഞത്. അമേരിക്കയുടെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ ജോ ബൈഡന് കഴിഞ്ഞില്ല. കമലാ ഹാരിസിൻ്റെ നിലപാടുകളും അതുതന്നെ. ഞാൻ അധികാരത്തിൽ വന്നാൽ നികുതി ഭാരം കുറയ്ക്കും, കോർപ്പറേറ്റ് നികുതികൾ വെട്ടിക്കുറയ്ക്കും. വലിയ പ്രതീക്ഷയാണ് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ ട്രംപ് നിരത്തിയത്. അമേരിക്കക്കാരുടെ വികാരമുണർത്തിയ 2 അടിസ്ഥാന വിഷയങ്ങൾ. അതിലപ്പുറം അമേരിക്കക്കാരുടെ സുരക്ഷയും ട്രംപ് ആയുധമാക്കി. അതാണ് ട്രംപിൻ്റെ വിജയത്തിലേക്ക് നയിച്ച 3ാമത് ഫാക്ടർ. കുടിയേറ്റ നിയമവും അതിർത്തി സുരക്ഷയും. ഇതുതന്നെയാണ് ട്രംപ് തൻ്റെ പ്രചരണത്തിൽ ശക്തമായ ആയുധമാക്കിയത്. ജോ ബൈഡൻ്റെ കാലത്ത് കുടിയേറ്റ നിയമം ദുർബലമായി. അമേരിക്കൻ സുരക്ഷയ്ക്ക് തന്നെ അപകടമുണ്ടാക്കുന്ന വിധത്തിൽ നിരവധി കുടിയേറ്റക്കാർ അമേരിക്കയിൽ നിരന്നു. അമേരിക്കൻ പൗരന്മാരുടെ ജീവന് ഇപ്പോൾ യാതൊരുവിധ സുരക്ഷയുമില്ല. താൻ പ്രസിഡന്റായിരുന്ന കാലത്താണ് മെക്സിക്കോയുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് കൃത്യമായി മതിൽ കെട്ടി അമേരിക്കയും മെക്സിക്കോയും തമ്മിൽ വേർതിരിച്ചത്. അതിർത്തി സുരക്ഷ തന്നെയായിരുന്നു തൻ്റെ മുഖ്യ കൺസേൺ എന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു. താൻ വീണ്ടും പ്രസിഡന്റായാൽ അതിർത്തികൾ സുരക്ഷിതമാക്കും. അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയവരെ താൻ തിരിച്ചയക്കും. അമേരിക്കയുടെ ദേശീയ സുരക്ഷയും കുടിയേറ്റവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വിഷയമാക്കി മാറ്റാൻ ട്രംപിന് കഴിഞ്ഞു. അതുതന്നെയാണ് ട്രംപിൻ്റെ അടുത്ത തുരുപ്പുചീട്ട്. ട്രംപിൻ്റെ വിജയത്തിലേക്ക് നയിച്ച 4ാമത് ഫാക്ടർ വ്യക്തമാണ്. രാജ്യത്തെ വിവിധ തലങ്ങളിലുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അടിസ്ഥാന വിഭാഗമായ തൊഴിലാളി വർഗത്തോട് അദ്ദേഹം അടുത്തു സംസാരിച്ചു. അമേരിക്കയുടെ നഗരങ്ങളിലെ ജനങ്ങളെ മാത്രമല്ല, വില്ലേജുകളിലേക്കും ട്രംപിൻ്റെ പ്രചരണം കടന്നു ചെന്നു.
കൃത്യമായി ബ്ലാക്കുകളെ കയ്യിലെടുക്കാൻ ട്രംപിന് കഴിഞ്ഞു. 2016 വെള്ളക്കാരുടെ ഇടയിലായിരുന്നു ട്രംപ് കൂടുതൽ പ്രചരണം നടത്തിയതെങ്കിൽ ഇക്കുറി ന്യൂനപക്ഷങ്ങൾക്കിടയിലും ബ്ലാക്കുകൾക്കിടയിലും. അത് ട്രംപിന്റെ വിജയസാധ്യത വീണ്ടും ഊട്ടിയുറപ്പിച്ചു. ഇനി 5ാമത് ഫാക്ടർ, അതിൽ ട്രംപ് ഏറെ വേറിട്ട് നിൽക്കുന്നു. ഇലോൺ മസ്കിനെ പോലുള്ളവരുടെ പിന്തുണ. അതിലപ്പുറം ട്രംപിന്റെ അനുയായി വൃന്ദങ്ങളിൽ നിന്ന് കൃത്യമായ സോഷ്യൽ മീഡിയ ടീമിനെ ഒരുക്കിയെടുക്കാൻ ട്രംപിന് കഴിഞ്ഞു. താൻ പ്രസിഡന്റായിരുന്ന കാലത്ത് സമൂഹ മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ട്രംപിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അന്ന് മാധ്യമങ്ങളെ നേർക്കുനേർ ട്രംപ് വെല്ലുവിളിച്ചതും. 2020 അധികാരം വിട്ടൊഴിഞ്ഞ് ട്രംപ് കടന്നുപോകുമ്പോൾ അന്ന് മാധ്യമങ്ങൾ ട്രംപിനെ പരിഹസിച്ചു. അമേരിക്ക ഭരിച്ചിരുന്നത് ഒരു ക്രിമിനലാണ് എന്നവർ മുദ്രകുത്തി. എന്നാൽ അവരുടെ മുഖത്തു നോക്കി ട്രംപ് വെല്ലുവിളിച്ചു. ഇതേ അധികാര കസേരയിലേക്ക് താൻ വീണ്ടും തിരികെ വരും. അപ്പോൾ തൻ്റെ പിന്നാലെ ഇതേ മാധ്യമങ്ങളെ താൻ അണിനിരത്തുമെന്നും ട്രംപ് വെല്ലുവിളിക്കുകയായിരുന്നു. പിന്നീട് ട്രംപ് ചെയ്തത് സമാനതകളില്ലാത്ത നീക്കങ്ങൾ. ട്വിറ്റർ തൻ്റെ പേര് വെട്ടിയപ്പോൾ മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനാണ് ട്രംപ് തുടക്കമിട്ടത്. ട്രൂത്ത് സോഷ്യൽ എന്ന പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് അനുയായികളുമായി സംസാരിച്ചു. ട്രംപിൻ്റെ അനുയായികൾ തന്നെയാണ് ട്രംപിൻ്റെ ഈ പ്ലാറ്റ്ഫോമിന് കൂടുതൽ പ്രചാരം നൽകിയതും. ഇതിനിടയിൽ ഇലോൺ മസ്കിനെ പോലെയുള്ളവർ രംഗത്തെത്തി. മസ്കിനെ ഇറക്കിക്കളിച്ച ഒരു മസ്ക്യുലറിസം തന്നെയാണ് ട്രംപ് കാട്ടിയത്. മസ്ക് എക്സ് പ്ലാറ്റ്ഫോം വാങ്ങിയതിനു പിന്നിൽ ട്രംപിൻ്റെ വിജയക്കഥയുണ്ട് എന്നത് വ്യക്തം. എക്സ് പ്ലാറ്റ്ഫോം വാങ്ങി മസ്ക് രംഗത്തെത്തി. പിന്നീട് ട്രംപിന് വേണ്ടി നടത്തിയ തേരോട്ടം അത് വിജയത്തിലേക്ക് ട്രംപിനെ എത്തിക്കുന്നതിൽ സഹായിച്ചു. പ്രചരണത്തിൽ അതിവിദഗ്ധരായ വലിയൊരു സോഷ്യൽ മീഡിയ ടീമിനെ ഒപ്പം നിർത്താൻ ട്രംപിന് കഴിഞ്ഞുവെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പ്രസംഗങ്ങളും വിവാദങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കാൻ അവർക്ക് കഴിഞ്ഞു. എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ട്രംപിനും ഇലോൺ മസ്കിനുമൊക്കെ സാധിച്ചതാണ് ട്രംപിന്റെ വിജയത്തിന് പിന്നിലെ 6ാമത് ഫാക്ടർ. എക്സ് പ്ലാറ്റ്ഫോമിലെ ലൈക്ക് ബട്ടൺ ട്രംപിന്റെ വിജയമുറപ്പിക്കുന്നതായിരുന്നു എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ. എക്സ് പ്ലാറ്റ്ഫോമിൽ വരുത്തിയ ഓരോ വ്യതിയാനങ്ങളും ട്രംപിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇലോൺ മസ്ക് കരുതിക്കൂട്ടി ചെയ്തവ. കൃത്യമായ പ്രോഗ്രാമിലൂടെ എക്സ് പ്ലാറ്റ്ഫോം ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണം തന്നെയാണ് ഇക്കാലയളവിൽ നടത്തിയത്. ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ മുഖത്ത് മറ്റൊരു പേരുകൂടി എഴുതി ചേർത്തു. അവിടെയാണ് കരുത്തൻ്റെ പേരായ ഡൊണാൾഡ് ട്രംപ് എന്ന പേരെഴുതി ചേർത്തത്. അതും ട്രംപിൻ്റെ വിജയമുറപ്പിച്ച 7ാമത് ഫാക്ടർ. ജൂതന്മാർ പൊതുവെ ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കുന്നവരാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു വന്നാൽ അത് ഇസ്രായേലിനെ കൂടുതൽ ഭദ്രമാക്കുമെന്ന് സാധാരണ അമേരിക്കക്കാർ വിശ്വസിച്ചു. ഇറാൻ പോലെ ഭീകരപ്രസ്ഥാനങ്ങൾക്ക് പാലൂട്ടി വളരുന്ന രാജ്യങ്ങളെ ഒതുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അതിന് ട്രംപിനെ പോലൊരു കരുത്തൻ വേണം. അമേരിക്കയെ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലെത്തിക്കാൻ കൂടുതൽ ധീരനായ ഒരു നേതാവിനെ വേണം. അത് ജൂതന്മാർക്കിടയിൽ മാത്രമല്ല അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ വലിയ വികാരം സൃഷ്ടിച്ചു. എന്തിനേറെ അത്ഭുതമെന്ന് പറയട്ടെ, അറബ് അമേരിക്കൻസ് പോലും ട്രംപിനെ വിശ്വസിച്ചു. ഗാസ മുനമ്പിൽ അനിശ്ചിതമായി നീളുന്ന ഈ യുദ്ധത്തിന് ഒരറുതി വരുത്താൻ ട്രംപ് വിജയിക്കട്ടെ എന്നവർ വിധിയെഴുതി. ഗാസയിലെ ബന്ദിമോചനം ആഗ്രഹിക്കുന്നവരാണ് അമേരിക്കയിലെ അറബ് അമേരിക്കൻസ്. അവരും കരുതി ട്രംപ് വന്ന് ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കട്ടെ. ഇനിയും ഇറാൻ്റെ വെല്ലുവിളി ഇസ്രായേലിന് നേർക്ക് തുടരുകയും ഇസ്രായേലിന് ചുറ്റും ശത്രുക്കൾ കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്താൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് കടന്നേക്കാം. ഇവിടെ കൂടുതൽ ഡിക്റ്റേറ്റർഷിപ്പുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് വരേണ്ടതിൻ്റെ ആവശ്യം അവർ കൂടി തിരിച്ചറിഞ്ഞു. അമേരിക്കയിലെ ഇന്ത്യൻ വോട്ടർമാർക്കിടയിലും ട്രംപ് ചലനങ്ങളുണ്ടാക്കി എന്ന് വ്യക്തമാണ്. തുടക്കം മുതൽ ട്രംപ് സ്വീകരിച്ചു പോന്ന ചൈന വിരുദ്ധ നിലപാട് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ശേഷവും ട്രംപ് അത് ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഇന്ത്യൻ വോട്ടർമാർക്കിടയിൽ തരംഗമായി മാറി ഡൊണാൾഡ് ട്രംപ്. ഇലോൺ മസ്ക് എന്ന ബിസിനസ്സുകാരന് ഇതുവരെ തൻ്റെ മുതൽ മുടക്കുകളൊന്നും പാഴായിട്ടില്ല. എപ്പോഴും പല മടങ്ങായി തൻ്റെ മുതൽ മുടക്ക് തിരികെ കൊയ്തെടുക്കാനുള്ള വിരുത് അത് ഇലോൺ മസ്കിനുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിനായി അദ്ദേഹം നിക്ഷേപമിറക്കി. എന്നാൽ അതിലിപ്പോൾ 10 മടങ്ങായി കൊയ്തെടുക്കുന്ന കാഴ്ചയാണ്. ഇതാണ് പുതിയ താരം. അമേരിക്കയുടെ പ്രതിഭ. ഇലോൺ മസ്കിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അമേരിക്കയ്ക്കുണ്ട് എന്ന് ട്രംപ് ലോകത്തോട് പറയുമ്പോൾ അതിൽ ഒരുപാട് സന്ദേശം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനി മറ്റൊരു മസ്കുലറിസത്തിലേക്ക് കടക്കുമെന്നാണ് പൊതുവെ മാധ്യമങ്ങൾ പറയുന്നത്.
ഇത് ചൈനയെ കീഴ്പ്പെടുത്തുന്നതിൽ മാത്രമല്ല ലോകത്ത് പുതിയ ഫ്ലൂട്ടോറിസം എന്ന ഒരു സങ്കല്പത്തിനും കാരണമാകും. ട്രംപിന്റെ വിജയം ആത്യന്തികമായി ഇലോൺ മസ്ക് എന്ന വ്യവസായ ഭീമന്റെ പണമിറക്കലിന്റെയും വിജയം കൂടിയാവുന്നു. എക്സ് മാധ്യമം എത്രമാത്രം സ്വാധീനം സൃഷ്ടിച്ചു എന്നതിന്റെ വ്യക്തമായ അടയാളമാണ് ഇപ്പോൾ മസ്കിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ വാക്കുകൾ. വോക്കിസം എന്നറിയപ്പെടുന്ന തീവ്രവാദങ്ങളെ തകർക്കും എന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ ആളാണ് ഇലോൺ മസ്ക്. മസ്ക് ട്വിറ്റർ വാങ്ങിയതിന് പിന്നിലും മറ്റു ചില താല്പര്യങ്ങളുണ്ടായിരുന്നു എന്ന് ലോകം തിരിച്ചറിയുന്നത് ഇപ്പോൾ ട്രംപിന്റെ വിജയത്തിലൂടെ. ട്രംപിന് വോട്ട് ചെയ്യുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകിയും എക്സ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചും ഇലോൺ മസ്ക് നടത്തിയ പ്രചരണങ്ങൾ. ട്രംപ് അനുകൂല രാഷ്ട്രീയ ആക്ഷൻ കമ്മിറ്റിക്ക് ഇലോൺ മസ്ക് നൽകിയത് $11.8 കോടി. ആഗോള ആധിപത്യമാണ് ഇലോൺ മസ്ക് ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തം. റഷ്യൻ പ്രസിഡന്റ് പുടിനും മറ്റു ചില രാഷ്ട്രത്തലവന്മാരുമായി പോലും ഇലോൺ മസ്കിന് വ്യക്തിബന്ധങ്ങളുണ്ട്. കാരണം മസ്കിന് പ്രധാനം തന്റെ ബിസിനസ് വ്യവസായ സാമ്രാജ്യം തന്നെ. പണത്തിലൂടെ അധികാരം സ്ഥാപിക്കുന്ന പ്ലൂട്ടോക്രസി എന്ന തലത്തിലേക്ക് അമേരിക്ക മാറുമോ എന്ന ഉത്കണ്ഠ പൊതുവെ ലോകം പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ട്രംപ് എന്ന വ്യവസായ ഭീമനൊപ്പം ചേർത്തു പിടിക്കുന്ന ഇലോൺ മസ്കിന്റെ പുതിയ തലം നമ്മൾ നോക്കിക്കാണാൻ. അമേരിക്കയുടെ പുതിയ ഭരണക്രമം നിയന്ത്രിക്കുക വൻ വ്യവസായ ഭീമന്മാരായിരിക്കുമെന്ന് വ്യക്തം. അവരുടെ ആഗോള നിക്ഷേപ താൽപ്പര്യങ്ങൾക്ക് ഇനി അമേരിക്ക മുൻഗണന നൽകും. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെക്കാൾ കൂടുതൽ സാമ്രാജ്യത്വത്തിനായിരിക്കും ഇനി അമേരിക്കയുടെ മുതലാളിത്ത വ്യവസ്ഥ ശ്രദ്ധിക്കുന്നതും. US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് കടന്നു വരുമ്പോൾ അതിലേറെ സങ്കടപ്പെടുന്നത് ചൈനയും ഇറാനും തന്നെയെന്ന് വ്യക്തം. തങ്ങളുടെ വ്യാവസായിക താൽപ്പര്യങ്ങൾക്ക് തടയിടും ഡൊണാൾഡ് ട്രംപ് എന്ന് വ്യക്തമാണ് ചൈനയ്ക്ക്. അവിടെയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ കൂടുതൽ പ്രതീക്ഷകൾ ഉയരുന്നതും. പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകുമെന്നല്ല ട്രംപ് ഇപ്പോൾ പറയുന്നത്. കടുത്ത ചൈന വിരുദ്ധത തന്നെയാണ് അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങളിൽ മുഴക്കുന്നതും. റഷ്യയോടുള്ളതിനേക്കാൾ കൂടുതൽ കലിപ്പ് ചൈനയോട് തന്നെ. അതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ് ട്രംപിൻ്റെ സമീപനം. അമേരിക്കയുടെ പണം എന്തിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കളഞ്ഞുകുളിക്കുന്നു എന്നതായിരുന്നു ട്രംപിൻ്റെ ഇക്കഴിഞ്ഞ പ്രസിഡന്റ്ഷിപ്പിലെ ഏറ്റവും വലിയ ദയനീയ ഭാവം. അതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് ഇത്രമാത്രം ഫണ്ട് ഇനി അമേരിക്ക മാറ്റിവെക്കുമോ എന്ന ഉത്കണ്ഠയും നാറ്റോ രാജ്യങ്ങൾക്കുണ്ട്. റഷ്യയും പുടിനുമായി സൗഹൃദം സൂക്ഷിക്കുമോ? അതുകൊണ്ട് തന്നെ യുക്രൈനുള്ള പരിരക്ഷ അമേരിക്ക തുടരുമോ? ചില ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ട്രംപിസം തന്നെയാണ് ലോകത്തിൽ പുതിയ ഒരു ചുവടുവയ്പ്. ആദ്യ തവണത്തേക്കാൾ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചാണ് ട്രംപ് ഇത്തവണ അധികാരം പിടിച്ചത്. പ്രത്യേകിച്ച് ജനകീയ വോട്ടുകൾ അദ്ദേഹത്തിന് കൂടുതൽ കിട്ടി. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ കടുംപിടുത്ത നയങ്ങൾ ഇനി കൂടുതൽ ശക്തമാകുമെന്ന് വ്യക്തമാണ്. ഇസ്രായേൽ ഹമാസ് പോരാട്ടം മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥ. മധ്യേഷ്യയിലെ ഭീകര സംഘങ്ങളെ ഇപ്പോൾ വളർത്തുന്നത് ഇറാനാണ് എന്ന് വ്യക്തം. ഇസ്രയേലിൻ്റെയും പാശ്ചാത്യ ലോകത്തിൻ്റെയും ഒക്കെ സംശയങ്ങൾക്ക് മുൻപിൽ കൃത്യമായ മറുപടിയുണ്ട് ട്രംപിന്. സുന്നി അറബ് ലോകത്തെ ഒപ്പം നിർത്തി ഇനി ഇറാനെ ശാക്തികമായി ആക്രമിക്കുക തന്നെയായിരിക്കും ട്രംപിന്റെ ലക്ഷ്യം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഇസ്രയേൽ യുദ്ധത്തിൽ ഇറാനെതിരെ ശക്തമായ നിലപാട് ട്രംപ് കൈക്കൊള്ളുമെന്നതിൽ സംശയമില്ല. അവിടെയാണ് ഇറാൻ കൂടുതൽ വിറയ്ക്കുന്നതും. കമലാ ഹാരിസും ജോ ബൈഡനുമൊക്കെ പ്രചരണങ്ങളിൽ ഏറെ പിന്നിൽ പോയതിന് ഒരൊറ്റ കാരണം മാത്രം: ട്രംപ് എന്ന തന്ത്രജ്ഞനായ രാഷ്ട്രീയ നേതാവിൻ്റെ വ്യവസായ ഭീമന്റെ കരുനീക്കങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.